IIT എന്നുള്ള ടാഗ് അല്ലെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത്, അല്ലെ NIT എന്ന് കേൾക്കുന്ന സമയത്ത് മോസ്റ്റ് പ്രോബബ്ലി അതെനിക്കുള്ളതല്ല, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് അവിടെ പഠിക്കുന്നത്, എനിക്കത് കിട്ടാക്കനെയാണെന്നുള്ളതാണ് പല ആളുകളും ആക്ച്വലി തിങ്ക് എന്റെ ചെയ്യുന്നത്. ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി. ആ, yes. ഈവൻ സൗത്ത് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ 3 കുട്ടികളെ ഉള്ളൂ. അതെ, ബാക്കി മൊത്തം നോർത്തുകാരാണ് ശരിക്കും ഐറണി ഇതാണ്, എന്താണ്, നമ്മളാണ് ഏറ്റവും ലിറ്ററേച്ചർ സ്റ്റേറ്റ്. ബട്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരില്ല, മലയാളീസ് ഇല്ല. IITs ആണ് ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്നത് അവരുടെ കോഴ്സ് ഇൻ ഇന്ത്യ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനത്തെ പുതിയ പുതിയ കോഴ്സസ്, ചിലത് ഡുവൽ ഡിഗ്രി, അങ്ങനത്തെ പല കോഴ്സസുമായിട്ട് വരാറുണ്ട്. അതൊന്നും എവിടെ എത്തുന്നില്ല. ഇപ്പോഴും എന്താണ് നമ്മുടെ നാട്ടിൽ നീറ്റ്, JEE ആ ഒരു ഇതിലോട്ടാണ്. ഇപ്പൊ ഏതൊരു എക്സാം പ്രിപ്പറേഷൻ സമയത്താണെങ്കിലും എനിക്ക് വന്നത് കുറേ അധികം സ്ട്രഗിളിങ്സ് നോക്കുന്നത്. ആ സമയത്തൊക്കെ ഇപ്പുറത്തെ ഒരു റിവാർഡ് ഉണ്ടാകും എന്നുള്ള രൂപത്തിലായിരിക്കും പലരും പഠിക്കുന്നുണ്ടാകും. സോ ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് 2 വിശിഷ്ട വ്യക്തികളാണ്. രണ്ടുപേരും അക്കാദമിക് എക്സ്പേർട്സ് ആണ്. കുറേയധികം എക്സാംസ് ക്രാക്ക് ചെയ്തതാണ്, ഇന്ത്യയുടെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് കുറച്ചധികം കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഈ ഒരു ഡിസ്കഷനോടുള്ളത്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്യാമ്പസ് ലൈഫുകളെ കുറിച്ച് പറയുന്നുണ്ട്, എക്സാം സ്ട്രാറ്റജീസിനെ കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ തന്നെ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനായിട്ട് പരിചയപ്പെടുത്തുന്നില്ല, നമുക്ക് ആളുകളിൽ നിന്ന് തന്നെ പരിചയപ്പെടാം ആരൊക്കെയാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഹിയർ ഇസ് ദ ഫസ്റ്റ് പേഴ്സൺ. സോ ഹൈ ഓൾ, എൻ്റെ പേര് അജ്നാസ്, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ബേസിക്കലി. ഇതിൽ നമുക്ക് ഒന്ന് വെറൈറ്റി ഇൻട്രൊഡക്ഷൻ ആയിട്ട് അജ്നാസിനെ പരിചയപ്പെടുത്താൽ എങ്ങനെ ഉണ്ടാകും, ആ രൂപത്തിലൊന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ എല്ലാവരും പറയുന്ന പോലെ ആ ഒരു 10ാം ക്ലാസ് ടേണിംഗ് പോയിന്റ്, ആ ഒരു പോയിന്റ് വെച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ എൻ്റെ വീട് വരുന്നത് എടവണ്ണപ്പാറയാണ്. ഞാൻ പഠിച്ചത് GHSS വാഴക്കാട് 9-10 അവിടെ ആയിരുന്നു എൻ്റെ സ്കൂൾ കാലഘട്ടം. നിങ്ങള് ഒരുമിച്ച് ഉള്ള ആൾക്കാരായിരുന്നോ? അല്ല, നമ്മൾ ഒരേ ഹോം ടൗണിലാണ്. പക്ഷേ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടില്ല, ഒരേ ക്ലാസ് റൂമിൽ ഇരുന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അന്ന് കണക്റ്റഡ് അല്ലായിരുന്നു, പക്ഷെ പിന്നീടാണ് ഞങ്ങൾ കണക്റ്റഡ് ആകുന്നത്. നമുക്ക് കോമൺ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കുറെ അങ്ങനെ കേട്ട് പരിചയമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ എനിക്ക് അജ്നാസിനെ കുറിച്ച് അറിയാം. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അജ്നാസ് അന്നത്തെ ഒരു അജ്നാസിനത് പറയുമ്പോ ഒരു ടെൻഷൻ. അതായത് അജ്നാസിനെ എങ്ങനെ എനിക്കറിയാന്ന് വെച്ച് കഴിഞ്ഞാല്, അന്ന് തന്നെ എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞു കേട്ടുള്ള അറിവാണ്. ലൈക്ക് ഇപ്പൊ നമ്മളെ എല്ലാ ക്ലാസ്സുകളും ഉണ്ടാകുമല്ലോ, ഏറ്റവും പ്രൊഡിജി ടൈപ്പ് ആയിട്ടുള്ള, എല്ലാ എക്സാമിനും ക്ലിയർ ചെയ്യുന്നത്, എല്ലാ എക്സാമിനും ടോപ്പർ ആകുന്ന ആ ഒരാളായിരുന്നു ആക്ച്വലി അജ്നാസ്. കാരണം അന്ന് തന്നെ നിനക്ക് സ്പെക്സ് ഉണ്ടല്ലേ, അത് ഫാമിലി എല്ലാവർക്കും സ്പെക്സ് വെച്ച് പ്രൊഡിജി. അല്ല, അങ്ങനെ ഒന്നുമില്ല, വീട്ടിലെല്ലാവർക്കും ഉണ്ടായിരുന്നു സ്പെക്സ്. അങ്ങനെ പഠിക്കുമായിരുന്നു, പഠിക്കുന്ന ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അജ്നാസ് ഒന്നുകൂടെ ബ്രീഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിലായിരിക്കും, എവിടെയൊക്കെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് ചെയ്തത്, കാര്യങ്ങളൊക്കെ ഒന്ന്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ 10ാം ക്ലാസ് പഠിച്ചത് വാഴക്കാട് ഗവൺമെൻറ് സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ +1 +2 കൊണ്ടോട്ടി EME ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. ആ +1 +2 കാലഘട്ടത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, JEE കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കോഴിക്കോടുള്ള ഒരു അക്കാഡമിയിലായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടെ തന്നെ ഞാൻ JEE മെയിൻസ് എഴുതി, അഡ്വാൻസ് എഴുതിയിരുന്നു. ആ സമയം അഡ്വാൻസ് വഴി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന, ആദ്യം കിട്ടിയ ട്രയൽ അലോട്ട്മെന്റ് വഴി കിട്ടിയിട്ടുണ്ടായിരുന്ന IIT റൂർക്കിയിലെ ഒരു ബ്രാഞ്ച് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്. ബട്ട് കിട്ടിയത് ഒരു എന്താണ്, ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു ബ്രാഞ്ച് ആയതുകൊണ്ട്, പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു എൻ്റെ ടോപ്പ് പ്രയോറിറ്റി. അപ്പോൾ ഞാൻ ട്രയൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഞാൻ NIT ട്രിച്ചിന ഓൺഗോയിങ്ങിലായിരുന്നു എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഡിഫൈൻ ചെയ്തത് കറക്റ്റ് ആണ്, സത്യമാണ്. അപ്പോൾ അങ്ങനെ JEE എഴുതി, അങ്ങനെ NIT ട്രിച്ചിൻ വൺ അമംഗ് ദ ബെസ്റ്റ് NIT ആണ്. അപ്പോൾ അങ്ങനെ അത് ചൂസ് ചെയ്തു. ആ സമയത്ത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എവിടെ പോകണം എന്നുള്ളത്. അങ്ങനെ ഫ്രണ്ട്സും പിന്നെ ടീച്ചേഴ്സുമായി ഡിസ്കസ് ചെയ്തപ്പോൾ NIT ട്രിച്ചി മെക്കാനിക്കൽ 2015 ബാച്ച്. സോ ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയർ. ഇപ്പം മേ ബി മാറ്റം ഉണ്ടാകാം. അല്ല, അത് കഴിഞ്ഞ് പിന്നെ 2019 വർക്ക് ചെയ്തത് ഞാൻ ടാറ്റ മോട്ടോഴ്സിലായിരുന്നു. അവിടെ സീനിയർ മാനേജർ ആയിട്ടായിരുന്നു. ആദ്യം GET ആയിട്ട് ജോയിൻ ചെയ്തു, പിന്നെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് സീനിയർ മാനേജർ റോളിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നെ ജംഷഡ്പൂർ, പിന്നെ ഡൽഹി, പിന്നെ പൂനെ, അങ്ങനെ ഒരു കറക്റ്റായിരുന്നു ടോട്ടലി. കുറെ ഓൾ ഇന്ത്യ ലെവൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഒരു എഞ്ചിനീയറിംഗ്. ഇപ്പൊ ഞാൻ മാത്രമല്ല, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ നിങ്ങളായാലും എന്താണ്, ഇപ്പൊ ഒരാൾ IIT ഖരഗ്പൂർ, പിന്നെ NIT ജലന്ധർ, എല്ലാവരും അതിലേക്ക് എന്നാല് വരാം. ലൈക്ക് എനിക്ക് തോന്നുന്നത് അടുത്ത ആളെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ സെക്കൻഡ് പേഴ്സണിൽ നിന്ന് തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ കേൾക്കാം. സോ ഞാൻ ജർഷ, ബേസിക്കലി ഞാൻ MSc കെമിസ്ട്രി കഴിഞ്ഞിട്ടാണ്, അതായത് NIT പഞ്ചാബിൽ നിന്ന് കഴിഞ്ഞ്. പിന്നെ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ പാഷനൊക്കെ നോക്കുകയാണെങ്കിൽ
ഓരോ മൊമെന്റിൽ ഓരോ പാഷൻ ആയിരിക്കും. ഇപ്പൊ എനിക്ക് എന്താണോ ഇഷ്ടമുള്ളത് കുറച്ച് കഴിഞ്ഞ് എനിക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും ഇഷ്ടം. സോ അങ്ങനെ ഇങ്ങനെ പറന്ന് എന്താണ് പാഷൻ ഇങ്ങനെ കണ്ടെത്താൻ നിൽക്കുകയാണ് ഒരാള്. ആ ഇൻസ്റ്റന്റ് സമയത്തെ പാഷൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതെ, അതൊരു അതെ. രസമാണല്ലോ. നമുക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്. ഒന്നില് നിൽക്കുമ്പോൾ വേഗം ബോറടിക്കും. അപ്പൊ പിന്നെ വേഗം ജമ്പ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ സ്മൂത്ത്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് IIT ഖരഗ്പൂരിലോട്ട് ഖരഗ്പൂരിലേക്ക് തന്നെ പോവാം. പോവാം. അപ്പോൾ എനിക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സോ +1 +2 ഒന്നും ആയിരുന്നില്ല എൻ്റെ ടേണിംഗ് പോയിന്റ്. എനിക്ക് അവിടെ നിന്ന് ടേൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആഫ്റ്റർ ദാറ്റ് ആണ് ആക്ച്വലി എൻ്റെ ടേണിംഗ് പോയിന്റ് വരുന്നത്. ടേണിംഗ് പോയിന്റ് എന്നല്ല, എനിക്ക് തോന്നുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ശക്തമായിട്ടുള്ള ഒരു ഡ്രീം ഒക്കെ ഇന്നത് അച്ചീവ് ചെയ്താൽ കൊള്ളാം എന്നുള്ളത് ഒരു സംഭവം വരിക, അങ്ങനെ ഒരു സംഭവം തോട്ട് നമുക്ക് മേ ബി ഏതെങ്കിലും ഒരു ടൈമിൽ വന്നിട്ടുണ്ടാകും. അപ്പം അങ്ങനെ വന്ന് എനിക്ക് IIT എന്നുള്ളത് ഭയങ്കര ഒരു പാഷനായി തോന്നി. ബേസിക്കലി എനിക്ക് ഒരു IIT പഠിക്കണം എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ IIT എക്സാമിന് വേണ്ടി പഠിച്ച് അങ്ങനെയാണ് ഞാൻ ആക്ച്വലി എക്സാം ക്രാക്ക് ചെയ്ത് അതിൽ ഇന്ത്യയിലെ കുഴപ്പമില്ലാത്ത ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു IIT തന്നെ അഡ്മിഷൻ. ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട് വന്ന സമയത്ത്? അത് ഒന്ന് ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ളത്. കാരണം അതിന് പണിയെടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയായിരുന്നു. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇപ്പം എന്തായാലും ആൻസർ കീ എനിക്കറിയാലോ. അപ്പോൾ എക്സാമിന് മുന്നേ ആൻസർ കീ വന്ന് അപ്പോൾ മാച്ച് ചെയ്ത് നോക്കി സ്കോർ വെച്ചു. അതിലെ റാങ്കിൻ്റെ പ്രിഫറൻസ് ഓർഡറിൽ പിന്നെ IIT ഖരഗ്പൂറോ മദ്രാസോ ഹൈദരാബാദോ ഒക്കെ ആയിട്ടായിരുന്നു എൻ്റെ ചോയ്സ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് തന്നെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ബട്ട് അതിൽ പറഞ്ഞ പോലെ അത് ക്രാക്ക് ചെയ്തു എന്നല്ലെങ്കിൽ അത് കിട്ടി എന്ന് പറഞ്ഞ സമയത്ത് ഭയങ്കര ഹാപ്പിനെസ് തന്നെയായിരുന്നു. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഒരു 6 മന്ത് ശരിക്കും എനിക്ക് പിന്നീട് മറ്റൊരു ഡ്രീമിലേക്കോ മറ്റൊരു കാര്യത്തിലേക്കോ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളൊരു സാധനം ക്രാക്ക് ചെയ്തു, ഒരു സാധനം കിട്ടി, ആ ഒരു എന്താണ് ആ ഒരു ഇമാജിനറി വേൾഡിലായിരുന്നു. കിട്ടിക്കഴിഞ്ഞ് IIT എത്തിയ 6 മന്ത്സ്. അതുവരെ നാട്ടിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ കേരളം വിട്ട് ഒരു അക്കാഡമിക്സ് ഭാഗമായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പൊ സെയിം ആയാലും ജർഷന്റെ ഇതായാലും ഞാനും NIT-ലാണ് ഫസ്റ്റ്. NIT ജലന്ധറും NIT പഞ്ചാബും രണ്ടും സെയിം അല്ല, പഞ്ചാബ് ആണ് മീൻസ് ജലന്ധർ എന്നാണ് പറയാ. അതായത് ജലന്ധറിലാണ് ശരിക്കും NIT ഉള്ളത്, പക്ഷെ പഞ്ചാബാണ് സ്റ്റേറ്റ്. അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് NIT പഞ്ചാബ് എന്ന് പറയും, ശരിക്കും NITJ എന്നാ പറയാ. സോ ഹിയർ ഒന്നുകൂടെ എനിക്ക് തോന്നുന്നത് സിംപ്ലിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ജർഷനെ കുറിച്ച് NIT-യിൽ എക്സ്പോഷറുകൾ ഉണ്ടാകും. ഇപ്പം അജ്നാസിനെ കുറിച്ച് NIT-യിൽ എക്സ്പോഷർ ഉണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് കുറേ അധികം എക്സാംസ് ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പോഷറുകളുണ്ട്. പിന്നെ സംബന്ധിച്ച് കൂടുതലായിട്ട് എനിക്ക് IIT-യിലെ കൾച്ചറുകളും IIT-യിൽ നിന്ന് ഞാൻ ഇപ്പം സ്റ്റാർട്ടപ്പിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ എക്സ്പോഷറുകളുള്ളത്. സോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇനി നമ്മുടെ ഡിസ്കഷൻസ് ലൈക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പം എല്ലാം NIT-യിലും IIT-യിലുമാണ് ഇപ്പം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അജ്നാസ് എവിടെ നിന്നാണ് ആക്ച്വലി ഇങ്ങനൊരു ഡ്രീമിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു ഭാഗത്തേക്ക് എത്തിപ്പെട്ടത്? ഏതൊക്കെ മൊമെന്റിലായിരുന്നു? ഇപ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു ടേം ഉണ്ടാവില്ലേ, ശരിക്കും അതൊന്ന് പറയാൻ പറ്റുമോ? ഈ IIT അല്ലെങ്കിൽ NIT ലൈഫിൽ ഫസ്റ്റ് കേട്ടത് ആരുടെ അടുത്ത് നിന്നാണുള്ളത്? ഇപ്പോൾ ഞാൻ പഠിച്ചത് ഒരു നേരത്തെ പറഞ്ഞ പോലെ GHSS വാഴക്കാട് ഒരു റൂറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്കൂളാണ്. അപ്പോൾ ഏതൊരു ഗവൺമെന്റ് സ്കൂൾ പഠിക്കുന്ന കുട്ടി എന്ന നിലയ്ക്ക് എന്താണ് 10ാം ക്ലാസ് എത്തുമ്പോൾ നമുക്ക് ഫുൾ A+ വാങ്ങണം. ടീച്ചേഴ്സ് പറയും ഇതാണ് ടേണിംഗ് പോയിന്റ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടീച്ചേഴ്സ് പറയുന്ന പോലെ അതിന് പാരന്റ്സ് ആഗ്രഹിക്കുന്ന പോലെ നല്ല പഠിച്ചിട്ട് എന്ത് ചെയ്യും? 10 A+ വാങ്ങും. ആ സമയത്ത് എല്ലാവരും പറയും സയൻസ് എടുത്തോ. ഓക്കെ, ഞാൻ സയൻസ് എടുത്ത്. ഇനി എന്ത്? അതായത് എല്ലാവരും നാട്ടുകാർ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു ടൈമും കൂടാണത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? IIT എക്സാം ഉണ്ട്, അതാ JEE എക്സാം, പിന്നെ നീറ്റിന്റെ എക്സാം ഉണ്ട്. ആ സമയത്ത് നീറ്റ് ആണോ, നീറ്റ് ഓൾ ഇന്ത്യ നീറ്റ്, പിന്നെ കേരള അല്ല എനിക്ക് വേണ്ടത് ആ സമയത്ത് AIPMT പിന്നെ നമ്മള് വേറെ എക്സാം ആയിരുന്നു. ജിമ്മറിനെല്ലാം വേറെ എക്സാം ആയിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മള് ബേസിക്കലി നമ്മളെല്ലാവരും ഒരേ ഇയർ ആണ്. അപ്പൊ ആ ഇയറിലാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഞാനും +2 കഴിഞ്ഞ് ഡ്രോപ്പ് ഇയർ 2015 ഞാൻ +2 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതന്നെ ആ വർഷം ഡ്രോപ്പ് ഇയർ എടുത്ത് ആ ഇയറിലാണ് എനിക്ക് തോന്നുന്നത് നീറ്റ് മാറ്റി AIPMT മാറ്റി നീറ്റ്. ആ ഇയറിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ 2 എക്സാം എഴുതിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആ വർഷം 2016 തോന്നുന്നു നീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ കീം നടത്തി. പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നീറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരു എക്സാമും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു, AIPMT അല്ലാത്ത. അങ്ങനെ എന്തോ ഉണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ ചോദിച്ചതിലോട്ട് തന്നെ വരാം. എന്താ അപ്പോൾ അങ്ങനെ നാട്ടുകാർ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ടൈം ആയിരുന്നു അത്. അപ്പോൾ നമ്മളിപ്പോ ഒരു കോച്ചിങ് അക്കാഡമിയുടെ ബോർഡിലൊക്കെ കാണാൻ എല്ലായിടത്തും എന്തുണ്ടാവും? IIT ബാർ നീറ്റ് അല്ലെങ്കിൽ എയിംസ് എന്നുള്ള അത് കാണുമ്പോ ഓക്കെ, ഇപ്പോഴും അങ്ങനെ തന്നെ. എനിക്ക് തോന്നുന്നത് +2 കഴിഞ്ഞിട്ടുള്ള പല കുട്ടികൾക്കും നീറ്റ് JEE ഇപ്പം കുറെ കൂടെ മേ ബി CUT ഉണ്ടാകും.
ചിലപ്പോ KVP എക്സാം, ഒളിമ്പിയാഡ്, ഇങ്ങനത്തെ NTSC സംഭവങ്ങൾ, NTSC അത് ചോദിച്ചാൽ ചിലപ്പം ആ ടേം പോലും കേൾക്കാത്ത കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഓഫ് കോഴ്സ് ഇപ്പൊ വേറെ എക്സാംസിനെ കുറിച്ച് മേ ബി അന്നോ ഇന്നോ എനിക്ക് തോന്നുന്നത് ഈവൻ ഞാനായാലും ആ സമയത്ത് അധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കേട്ട 2 ടേം ആയിരുന്നു IIT എയിംസ്. ഇതിലെങ്ങനെ എന്നിട്ട് IIT-യിലേക്ക് ചൂസ് ചെയ്തു? അത് 10th കഴിഞ്ഞിട്ട് ആ സമയത്ത് മലബാറിൽ തന്നെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് കാലിക്കറ്റ് ഉണ്ടായിരുന്നു, റൈസ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്ത് 10th കഴിഞ്ഞ് അവരൊരു സ്കോളർഷിപ്പ് എക്സാം നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ആ ഒരു 20ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. എല്ലാവർക്കും A+ ഉള്ള ഒരു 20ഓളം കുട്ടികൾ ഞങ്ങളുടെ 2 ബാച്ചായിരുന്നു. നിങ്ങൾ ആ ഗാങ്ങിലുള്ള എല്ലാവരും കുറെ ആളുകൾ റേസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരേ സമയത്ത് തന്നെ എന്ത് ചെയ്ത് ആ എക്സാം എഴുതാൻ ഒറ്റ ബസ് പിടിച്ചിട്ടാണ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്റെ കുറെ കോമൺ ഫ്രണ്ട്സ് ഞങ്ങൾ ഉള്ളത് പറഞ്ഞാല് മെജോറിറ്റി ആളുകൾ ഇവരെല്ലാവരും കോഴിക്കോട് റേസ്, കാലിക്കറ്റ് റേസ്. അപ്പൊ അവിടെ നമ്മൾ വന്ന് എക്സാം എഴുതുന്നതിന്റെ ഇടയ്ക്ക് ഇൻവിജിലേറ്റർ വന്നിട്ട് ഒരു പേപ്പർ തന്നെ നമ്മുടെ അടുത്ത്. അതില് ഒരു കോളത്തിൽ IIT, ഒരു കോളത്തിൽ എയിംസ്, ഏത് വേണം എന്നുള്ള. അപ്പൊ നമ്മുടെ എഴുതുന്ന എക്സാമിൽ ബയോളജി ക്വസ്റ്റ്യൻ, മാത്സ് ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ട്. പക്ഷെ ഇതിൽ ഏത് കൊടുക്കണം എന്നുള്ള സാധനം കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പൊ എല്ലാവരും ഒരുവിധം ആ 20 പേരില് ഒരുവിധം എല്ലാവരും തന്നെ പറയാം, എല്ലാവരും IIT ആണ് ആ സമയത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അറിഞ്ഞിട്ടൊന്നുമില്ല, നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊടുത്തു. ആ എക്സാം റിസൾട്ട് വന്നു, ടോപ്പ് 10 ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി. +1 +2 ഫുള്ള് ഫ്രീ ആയിട്ടാണ് ഞാൻ റേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ റേസിലെ IIT ബാച്ചിലോട്ട് എത്തി. പിന്നീട് അങ്ങോട്ട് എന്താണ് JEE എന്നുള്ളൊരു ഡ്രീം വെച്ചിട്ടായിരുന്നു +1 +2 കാലഘട്ടം. അങ്ങനെ +2 കഴിഞ്ഞ് JEE എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ NIT ട്രിച്ചിലായിരുന്നു അലോട്ട് ആയിട്ടുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ട്രയൽ അലോട്ട്മെന്റ് IIT റൂക്കി കിട്ടിയെങ്കിലും പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ട്രിച്ചിയില് നമ്മളെ മറ്റൊരു കോമൺ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു, ഐ തിങ്ക് ഷെമിയും. അതും എനിക്ക് തോന്നുന്നത് നമ്മളൊരു സീനിയർ ബാച്ചില് അജ്നാസിനെ പോലെ എനിക്ക്, കാരണം അന്ന് എൻ്റെ ആ ഒരു ഇതില് എൻ്റെ ആ ഒരു സർക്കിളില് നമ്മൾ ഈ ഒരു എക്സാംസ് ക്രാക്ക് ചെയ്ത 2 പേരുകൾ ഇവരായിരുന്നു ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നത്. സോ എന്നെ സംബന്ധിച്ച് ആ ഒരു സമയത്ത് ഞാൻ നേരെ നമ്മളെ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഞാൻ നേരെ റിപ്പീറ്റ് പ്രോഗ്രാമിനായിരുന്നു ആക്ച്വലി പോയത്. അപ്പോൾ അത് ഞാൻ പോയ റിപ്പീറ്റ് പ്രോഗ്രാം ആക്ച്വലി മെഡിക്കലിനായിരുന്നു. പക്ഷേ അവിടെ എത്തിയിട്ട് എനിക്ക് മനസ്സിലായി ഒരു ആഫ്റ്റർ ഫ്യൂ മന്ത്സ് കഴിഞ്ഞപ്പോൾ ഇത് എന്തായാലും എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല എന്നുള്ളത്. ആ സമയത്താണ് ശരിക്കും ഞാൻ IISc-നെ കുറിച്ച് കേട്ടത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അപ്പോൾ അതിൻ്റെ IISc-യുടെ സൈറ്റിൽ നിന്നാണ് ഞാൻ പല എക്സാംസിനെ കുറിച്ചും IIT-കളെ കുറിച്ചും അതേപോലെ തന്നെ NIT-കളെ കുറിച്ചും അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത് അവിടെ നിന്നാണ്. പക്ഷേ ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ് ടേം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നും കോച്ചിങ് കൂടുന്നു. നമ്മുടെ ഈ റൂറൽ ഏരിയാസ് എന്ന് വരുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ അതാണ്. ഈ കാലഘട്ടത്തിൽ പോലെ ആയിരുന്നില്ല ആ ഒരു സമയം. എന്താ സോഷ്യൽ മീഡിയ അത്രത്തോളം ഇല്ലായിരുന്നു, എല്ലാം നമുക്കൊന്നും അറിയില്ല എന്താണ്. ഇപ്പൊ അടുത്ത് നമ്മൾ NIT കാലിക്കറ്റ് ഉണ്ട്, അതറിയാം. പക്ഷെ അത് ഏത് എക്സാം വഴിയാണ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അത്രത്തോളം പെനട്രേഷൻ വരാത്തൊരു ഏരിയ ആയിരുന്നു റൂറൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കടമ്പ നമുക്ക് ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും ഇതിനെപ്പറ്റി അവെയർഡ് ആണ്. ഇനി കൂടുതൽ നമ്മുടെ ബാക്കിയുള്ള ഇനി വരാൻ പോകുന്ന സെഷൻസിൽ നമ്മൾ അതിനെ പറ്റി ആയിരിക്കും കൂടുതൽ സംസാരിക്കുന്നുണ്ടാവുക. ആ ഒരു പല എക്സാംസ് കുറിച്ച് എങ്ങനെയായിരുന്നു കേട്ടത്? ഞാൻ ഓൾറെഡി ഇതേപോലെ ഫവാസിന്റെ ജേർണി ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ജേർണി എൻ്റെ. എന്നുവെച്ചാൽ ഞാനും +2 കഴിഞ്ഞിട്ട് നീറ്റിലേക്ക് പോകാന്നുള്ള രീതിയിൽ റെപ്യൂട്ടഡ് ആയ ഒരു ബ്രില്യൻറ്റിൽ പോയി 1 ഇയർ കോച്ചിങ് ഒക്കെ എടുത്ത്. പക്ഷെ അതിൽ MBBS കിട്ടാനുള്ള സ്കോറിലേക്ക് എത്താൻ പറ്റിയില്ല. പക്ഷെ അപ്പൊ പിന്നെ എന്തായെന്ന് വെച്ചാൽ ഓക്കെ ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്താ ചോദിക്കുമ്പോൾ, അതായത് പറഞ്ഞ പോലെ തന്നെ എനിക്കും അറിയുന്നത് ആകെ IIT അല്ലെങ്കിൽ നീറ്റ്. അത് കഴിഞ്ഞ് വേറെ ഓപ്ഷൻ എന്താ ചോദിച്ചാൽ അറിയില്ല. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും പറയുന്നത് ഡിഗ്രി ഉണ്ട്, അതിലേക്ക് പോയിക്കോ എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ എനിക്ക് കെമിസ്ട്രി നല്ല ഇഷ്ടമായതുകൊണ്ട് നേരെ ഡിഗ്രി BSc കെമിസ്ട്രി എടുത്ത്. BSc കെമിസ്ട്രി എടുത്തപ്പോൾ ശരിക്ക് എനിക്ക് MSc IIT-ലോ NIT-ലോ പോവാൻ പറ്റുന്നത് എനിക്ക് ശരിക്കും മനസ്സിലായത് എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞിട്ടാ. അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ IIT. അതുവരെ എൻ്റെ മനസ്സിൽ IIT എന്ന് പറയുന്നത് ബിടെക്കാർക്കുള്ളതാണ്, അല്ലാതെ നമ്മളെ പോലെ കോമൺ ഡിഗ്രി ആൾക്ക് കിട്ടില്ല. അങ്ങനെ എന്റെ ഫാക്കൽറ്റി എനിക്ക് തോന്നുന്നത് IIT-ലൊക്കെ BSMS കോഴ്സുകളുണ്ട്. അതും എനിക്ക് തോന്നുന്നത് കുറെ ആളുകൾ ഇപ്പോഴും അറിയില്ല. ഇപ്പൊ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് IIT മദ്രാസിന്റെ ഒരു പേപ്പർ കട്ടിങ് വന്നിരുന്നു. IIT മദ്രാസിൽ BSc B.Ed കോഴ്സ് ഇൻ മാത്തമാറ്റിക്സ്, നല്ല ഇന്ത്യയിലെ ടോപ്പ് മാത്തമാറ്റിക്സ് ടീച്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈവൻ IIT മദ്രാസിൽ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമാനിറ്റീസ് കോഴ്സുകളൊക്കെ ആക്ച്വലി ഉണ്ട്. അപ്പൊ അങ്ങനത്തെ എക്സ്പോഷറുകൾ കുറെ ആളുകൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല.
പല കാര്യങ്ങളും ഈവൻ IITs ആണ് ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്നത് അവരുടെ കോഴ്സ് ഇൻ ഇന്ത്യ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനത്തെ പുതിയ പുതിയ കോഴ്സസ്, ചിലത് ഡുവൽ ഡിഗ്രി, അങ്ങനത്തെ പല കോഴ്സസുമായിട്ട് വരാറുണ്ട്. അതൊന്നും എവിടെ എത്തുന്നില്ല. ഇപ്പോഴും എന്താണ് നമ്മുടെ നാട്ടില് നീറ്റ്, JEE ആ ഒരു ഇതിലോട്ടാണ്. അതും തന്നെ പ്രോപ്പർ ആയിട്ട് ഇവർ കോച്ചിങ് കിട്ടുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ എക്സാം ഉണ്ടെന്ന് അറിയുന്നുള്ളൂ. അപ്പോ അങ്ങനെ അതിന്റെ ഒരു യാഥാർത്ഥ്യം ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അന്നും ഇന്നും ഒക്കെ ഇപ്പൊ നമ്മൾ +2 പഠിച്ച് കഴിയുന്ന ആ സമയത്തും ഇപ്പൊ ഇന്നും എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൽ ഒരു ഇമ്പാക്ട്, എസ്പെഷ്യലി ഇപ്പൊ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ IIT എന്നുള്ള ടാഗ് അല്ലെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത്, അല്ലെ NIT എന്ന് കേൾക്കുന്ന സമയത്ത് മോസ്റ്റ് പ്രോബബ്ലി അതെനിക്കുള്ളതല്ല, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് അവിടെ പഠിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എനിക്കത് കിട്ടാക്കനെയാണെന്നുള്ളതാണ് പല ആളുകളും ആക്ച്വലി തിങ്ക് ഈവൻ പാരന്റ്സ് പോലും എന്ത് ചെയ്തിട്ടില്ല ഇതിനെപ്പറ്റി. സംഭവം ഇത്ര ഓർഡിനറി വേഴ്സ് എക്സ്ട്രാ ഓർഡിനറി, ആകെ വ്യത്യാസം വരുന്ന എക്സ്ട്രാ എന്നുള്ള വാക്ക് മാത്രം. അത് ശരിക്കും നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പഠിച്ച NIT ട്രിച്ചിയിൽ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ 104 പേരിൽ 52 ഹോം സ്റ്റേറ്റ് കോഡ്, അത് തമിലിയൻസ് ആയിരിക്കും. ബാക്കി 52 പേരിൽ വരും 4 5 മലയാളീസേ ജോസഫായി വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം കൂടുതലും. ഇപ്പൊ കഴിഞ്ഞ വർഷം തോന്നുന്നുണ്ട് ആക്ച്വലി മനോരമയില് എങ്ങോട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു IIT-കളിൽ ആകെ 1% ഒരു 1% മാത്രം. ഈവൻ നമ്മൾ പഠിക്കുന്ന എന്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ മലയാളി. ഈവൻ സൗത്ത് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ 3 കുട്ടികളെ ഉള്ളൂ. അത് ബാക്കി മൊത്തം നോർത്തുകാരാണ് ശരിക്കും. ഇവിടെയുള്ള NIT-യിൽ ഹോം സ്റ്റേറ്റ് കോട്ട ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെയുള്ള പല ആളുകൾക്കും ഉണ്ടാവില്ല. ഇത് ഐറണി ഇതാണ്, എന്താണ് നമ്മളാണ് ഏറ്റവും ലിറ്ററേച്ചർ സ്റ്റേറ്റ്, ബട്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരില്ല, മലയാളീസ് ഇല്ല. അത് വളരെയധികം ഡാർക്ക് റിയാലിറ്റി തന്നെയാണ്. ഇപ്പം ഈവൻ ഈ IPMT-യിൽ നിന്ന് ഇപ്പൊ നീറ്റിലേക്ക് സ്വിച്ച് ചെയ്ത സമയത്തും കീമിൽ നിന്ന് നീറ്റിലേക്ക് സ്വിച്ച് ചെയ്ത സമയത്തും എനിക്ക് തോന്നുന്നത് ആ ഒരു ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നത് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യാണ്ട് കാര്യമില്ല, രക്ഷ ഉണ്ടാകൂല. കാരണം എന്തായാലും ഓൾ ഇന്ത്യ ലെവൽ സ്റ്റുഡൻസുമായിട്ട് തന്നെയാണ് നമ്മളെ ഇപ്പം ബാക്കി ഇനി എല്ലാവർക്കും കോമ്പീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അവരുമായിട്ട് തന്നെ കോമ്പീറ്റ് ചെയ്ത് കൃത്യമായിട്ട് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്ത് നേരത്തെ തന്നെ കാര്യങ്ങളെ കുറിച്ച് അവയർഡ് ആയി അങ്ങനെ തന്നെ പോകണം എന്നുള്ളതാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു വിഷനും. അതാണ് ഇപ്പൊ നമ്മളൊക്കെ പഠിച്ച എന്താണ്, ഇപ്പോ NIT-കളിലും IIT-കളിലും പഠിച്ച ആൾക്കാരാണ് നമ്മൾ. ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനൊരു ഫണ്ട് നമ്മളുടെ ഫീസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു ഷെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് ടു കമ്മ്യൂണിറ്റി എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് സ്റ്റുഡൻസിലോട്ട് എത്തിക്കേണ്ട ഒരു ബാധ്യത കൂടെ നമ്മളുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ ചെറിയ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് തുടങ്ങുന്നതും. അപ്പൊ മുന്നോട്ട് ഇത് ബാക്കിയുള്ളവരെ സഹായിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നിങ്ങളിലേക്ക് കുറേ അധികം നിങ്ങളറിയാത്ത എക്സാംസ്, നിങ്ങളറിയാത്ത ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മേ ബി അറിയുന്നവരുണ്ടാക്കാം, പക്ഷെ കോമൺ ആയിട്ട് അത്ര സ്പ്രെഡ് ആവാത്തത്. ഇനിയിപ്പോൾ സ്പ്രെഡ് ആയ സാധനത്തിന്റെ തന്നെ ഒരു ഒതന്റിക് സോഴ്സ് വെച്ച് പറയുന്ന ചാനലുകളോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് സംസാരിക്കുന്ന ആളുകളെയോ വളരെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. എല്ലാവരും വന്നിട്ട് റഫായിട്ടുള്ള ഡാറ്റാസ് അടിച്ചു വിടുകയാണ്. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ഒതന്റിക് ആയിട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ മോസ്റ്റ് പ്രോബബ്ലി ഞങ്ങൾ ഈ ഡിസ്കഷൻസിലൂടെ ഞങ്ങൾ മാക്സിമം നോക്കുന്നതായിരിക്കും. നൗ കമ്മിങ് ടു നമുക്ക് അക്കാദമിക് സ്ട്രക്ചറുകളും അതേപോലെ തന്നെ എക്സാംസിനെ കുറിച്ച് മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വരുന്ന ചർച്ചകളിലൊക്കെ ആക്ച്വലി ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത സാധനം ഒന്ന് ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റുഡൻസിന് വളരെയധികം ഇൻസ്പിറേഷൻ ആയിരിക്കും. ക്യാമ്പസ് അപ്പോൾ കാരണം ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ ഇപ്പോൾ മേ ബി ഇപ്പോൾ എനിക്കൊരു സംഭവം ഏതോ ഒരു പോയിന്റിൽ എനിക്ക് IIT ക്രാക്ക് ചെയ്യണം തോന്നി, അല്ലെ IIT കിട്ടണം തോന്നി, അങ്ങനെ ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം ഇപ്പോൾ +2 കഴിയുന്ന സ്റ്റുഡൻസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ IIT വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 100 ക്ലാസ്സിലുള്ളവരിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാകും, ഒരു 60 ആളുകളും ചിലപ്പോൾ മേ ബി 60 ആളുകൾ ചിലപ്പോൾ IIT ഉണ്ടാകും, ചിലപ്പോൾ 60 ആളുകൾ നീറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ആസ്പിരൻസ് ഉണ്ടാകും. പക്ഷെ ഒരു ആസ്പിരൻസ് അല്ല ശരിക്ക് അത് ക്രാക്ക് ചെയ്യുന്നത്. അതായത് ആസ്പിരൻസിൽ നിന്ന് പിന്നെയും ആ റേസിൽ മുന്നോട്ട് വന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന ആളുകളാണ് ആക്ച്വലി എക്സാം ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാകുക. അപ്പോൾ ഈ കൺസിസ്റ്റൻസിക്ക് കുറേ കാര്യങ്ങൾ ശരിക്ക് കുറേ ഫാക്ടറുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ IIT എന്നുള്ള ഡ്രീം ഫിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് എനിക്ക് പിന്നെയും അതിലേക്ക് പ്രചോദനം നൽകിയത് ഒരിക്കലും ഇപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ സബ്ജക്റ്റ് അല്ല. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാമ്പസ് ലൈഫ് ആയിരിക്കും നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ലൈഫ് ഉണ്ട്. ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും ആ സ്റ്റുഡന്റ് എനിക്ക് സബ്ജക്റ്റിനോടുള്ള അതിയായ താല്പര്യം കൊണ്ടാണ് ഞാൻ ഒരിക്കലും അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഞാൻ ക്യാമ്പസ് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ക്യാമ്പസ് ലൈഫ് ഒക്കെ ഇത് കൊള്ളാലോ എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നിരുന്നു.
കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടിയാൽ കൊള്ളാന്നുള്ള ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്ക് പ്രിപ്പറേഷൻ സമയത്ത് ഇപ്പൊ ഏതൊരു എക്സാം പ്രിപ്പറേഷൻ സമയത്താണെങ്കിലും എനിക്ക് വന്നത് കുറെ അധികം സ്ട്രഗിളിങ്സ് നമുക്കുണ്ടാകും. ആ സമയത്തൊക്കെ ഇപ്പുറത്തെ ഒരു റിവാർഡ് ഉണ്ടാകും എന്നുള്ള രൂപത്തിലായിരിക്കും പലരും പഠിക്കുന്നുണ്ടാകുക. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഇപ്പം എന്തൊക്കെ മുന്നോട്ട് വെക്കാനുള്ളത്? ഇപ്പൊ ലൈക്ക് ഇപ്പൊ NIT ട്രിച്ചി ക്യാമ്പസിൽ എന്തൊക്കെ കണ്ടത്, എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു, ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ? ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്പർ 1 എന്താണ് ടോട്ടൽ ഏരിയ വൈസ് എടുക്കുകയാണെങ്കിൽ IIT ഖരഗ്പൂർ ആണ്. 1100-ലധികം ഏക്കറിലധികം ഏരിയ ഉള്ള ഒരു ക്യാമ്പസാണ് IIT ഖരഗ്പൂർ. പിന്നെ അതിന്റെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് പൊസിഷനിൽ വരുന്നതാണ് NIT ട്രിച്ചി. 800 ഏക്കർ വരാറുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഇതൊക്കെ നമ്മൾ ആ സമയത്ത് കോളേജ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കും, ജസ്റ്റ് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കും. എന്നോട് ആ സംഭവം പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഓപ്ഷൻ കൊടുക്കുമ്പോ എന്താ വെച്ചാല് എങ്ങനെങ്കിലും വീട്ടിൽ നിന്ന് മാറണം, കുറച്ചും കൂടെ എക്സ്പോഷർ ആക്കണം, ലൈഫ് ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എന്റെ ഓപ്ഷൻസ് കൊടുക്കുന്നത്. കാലിക്കറ്റ് കിട്ടും, പക്ഷെ കാലിക്കറ്റ് വേണ്ട, ട്രിച്ചി വേണ്ട, അതൊക്കെ വീടിന് അടുത്താണ്, അപ്പൊ കുറച്ചും കൂടെ ടൈറ്റ് ആയിരിക്കും. അതിന് നല്ല ഏറ്റവും ദൂരത്ത് എവിടെ പോകാൻ പറ്റും അവിടെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ വീട് പറഞ്ഞല്ലോ. അപ്പോൾ NIT കാലിക്കറ്റും എന്റെ വീടും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ½ an hour ജേണി മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നുള്ളൊരു കാരണം. ഇപ്പൊ എക്സാം അതിന്റെ ഒരു ഏറ്റവും ഒരു ഫ്രൂട്ട് എന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഫസ്റ്റ് ഇയറിലെ റൂംമേറ്റ് മേഘാലയയിലുള്ള അസാക്കോ എന്നായിരുന്നു പേര്. പേര് പറഞ്ഞ ഒരു 6 പേരുകളുണ്ട്. അതായത് അസാക്കോ, ഡെമേസ, സാഗ്മ, ഇനിയുണ്ട് 3 പേരും കൂടെ ഉണ്ട്, ഇത് എനിക്ക് ഓർമ്മയില്ല. അപ്പോ ഇവര് ഇങ്ങനത്തെ ആൾക്കാരായിട്ട് ലൈഫ് സ്റ്റൈൽ നമ്മൾ നേരിട്ട് കാണുകയാണ്. കാരണം ഒരേ റൂമിൽ ജസ്റ്റ് അടുത്ത ബെഡിലാണ് ഇത്രയും കാലം നമ്മൾ കാണാത്ത ഒരു ചുറ്റുപാടിൽ നിന്നുള്ള ഒരാൾ വന്ന് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. അപ്പോൾ ടോട്ടലി എന്ത് ചെയ്യാം, ഒരു വേറെ ഒരു ലോകം തന്നെ ആയിരുന്നു NIT എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ NIT ട്രിച്ചിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ സുഡാനിലുള്ള ഒരാളുണ്ടായിരുന്നു, മൗറീഷ്യസിലുള്ള ഉണ്ടായിരുന്നു, അതേപോലെ സാർക്ക് കൺട്രീസ് വിവിധ രാജ്യങ്ങളിലുള്ള ആളുണ്ടായിരുന്നു. അപ്പൊ ഇവരോടൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, അതായത് ജസ്റ്റ് ഒരു കാര്യം ഇപ്പൊ അക്കാഡമിക് ആയിക്കോട്ടെ നോൺ അക്കാഡമിക് ആയിക്കോട്ടെ, ഇവരോട് സംസാരിക്കുമ്പോൾ നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സ് വൈഡനാവും. കൂടുതൽ നമ്മൾ ഇതുവരെ വിചാരിച്ചതല്ല ഒറിജിനൽ റിയാലിറ്റി എന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടെ നമുക്ക് വന്നു തുടങ്ങും. നമ്മുടെ ചിന്താഗതി തന്നെ മാറി തുടങ്ങും. ചുരുക്കം ഇപ്പൊ സെയിം ആയിരിക്കും NIT ജലന്ധർ ആയാലും ഖരഗ്പൂർ ആയാലും. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? അതായത് ഇപ്പം ഖരഗ്പൂരിൽ ഞാൻ കണ്ടൊരു സാധനം വെച്ചാൽ ഖരഗ്പൂർ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് IIT ആണ്. അതേപോലെ കുറേ കോഴ്സുകളുണ്ട്, കുറേ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പോൾ കുറേ അധികം ആളുകൾ ആക്ച്വലി ഖരഗ്പൂരിലുണ്ട്. പിന്നെ ഖരഗ്പൂരിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് IIT മദ്രാസിലൊക്കെ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഖരഗ്പൂർ കുറച്ചുകൂടെ വലിയ സ്ഥലമായതുകൊണ്ട് സ്പ്രെഡായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബോംബെ ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല, ബോംബെ ഒക്കെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി എല്ലാവരും കൂടെ ഗ്യാദർ ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ട്. ഇവിടെ കുറച്ചുകൂടെ സ്പ്രെഡായിട്ടാണ്. അപ്പൊ ഗ്യാദർ ചെയ്യുന്ന പ്ലേസ് ഇല്ല എന്നുള്ളത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കുറെ അധികം ഡിഫറെന്റ് ഏരിയാസിൽ നിന്നുള്ള ആളുകളുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസുകൾ ഉണ്ടാകും, മേ ബി സം സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ആയിട്ടുള്ളത്. അങ്ങനെ കുറെ ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്കതിൽ ഏറ്റവും കൂടുതൽ കൗതുകമായിട്ട് തോന്നിയിട്ടുള്ളൊരു സംഭവം അവിടുത്തെ അക്കാദമിക് സ്ട്രക്ചർ ആയിരുന്നു. ഇപ്പം കോമൺ കോഴ്സുകളായിരുന്നു. ഇപ്പം എനിക്ക് അത് ഇനീഷ്യലി അറിയില്ലായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ സാധാരണ ഉണ്ടായാലും ക്ലാസ് റൂം സംവിധാനങ്ങളാണ്. അപ്പോൾ ക്ലാസ് റൂമിലായിരിക്കും നമുക്ക് ആക്ച്വലി നമ്മളൊരു ക്ലാസ് കേൾക്കാൻ പോകുന്ന ആ ക്ലാസ്സിൽ ഇരിക്കുന്നതായിരിക്കും നമുക്കിവിടെ ക്ലാസ് റൂം ഒരു കണക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അവിടെ അങ്ങനെ ഒരു ക്ലാസ് റൂം കണക്ഷൻ അല്ല, ലെക്ചർ അല്ല. ഇപ്പം ആക്ച്വലി ഇപ്പം എൻ്റെ കോഴ്സിലേക്ക് എൻറോൾ ചെയ്ത ആളുകൾ, ഞാനിപ്പോൾ ഒരു പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പറിലേക്ക് എൻറോൾ ചെയ്ത കുറേ പേരുണ്ടാകും. അതിൽ BTech ഉണ്ടാവാറുണ്ട്, ചില ആളുകൾ MTech ഉണ്ടാകും, ചിലപ്പോൾ BTechൽ തന്നെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ഇയേഴ്സ്. ചിലപ്പം മറ്റ് കോഴ്സുകളിൽ നിന്നത് കോമൺ പേപ്പർ ആയിട്ട് എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ ആ ലെക്ചർ ഹാളിൽ കുറേ ആളുകൾ ആക്ച്വലി ഒത്തുകൂടുന്നത് കാണുന്നുണ്ട്. മലയാളീസിന്റെ ഡെൻസിറ്റി എങ്ങനെയായിരുന്നു? മലയാളീസിന്റെ ഡെൻസിറ്റി അവിടെ കമ്പാരറ്റീവ്ലി എനിക്ക് തോന്നുന്നത് നല്ല നമ്പർ ഉണ്ട്. കാരണം ഓൾറെഡി സ്ട്രെങ്ത് കൂടുതലാണ്, അപ്പോൾ അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ ആയിട്ടുള്ളതുണ്ട്. പക്ഷേ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഒക്കെ വരുന്ന സമയത്ത് ആസ് യൂഷ്വൽ എല്ലാ IIT-കളിലുള്ള പോലെ ആണ്. പക്ഷെ എനിക്ക് പിന്നെയും തോന്നുന്നത് ഏറ്റവും കൂടുതൽ മലയാളീസ് പഠിക്കുന്നത് മോസ്റ്റ് പ്രോബബ്ലി IIT മദ്രാസിലായിരിക്കും, നമ്മുടെ അടുത്തുള്ള. അപ്പോൾ മദ്രാസിലായിരിക്കും. ജർഷയുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഒരു ക്യാമ്പസ് ലൈഫ്? അതായത് അതുവരെ പഠിച്ചത് കേരളത്തിലായതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ഒരു തോട്ട് പ്രോസസ്സും അല്ലെങ്കിൽ എല്ലാം നമുക്ക് ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ടാവും. പക്ഷെ കാണുന്നതൊക്കെ പല സംസ്ഥാനത്തുള്ള ആൾക്കാർ. ഈവൻ എൻ്റെ റൂംമേറ്റ് ആണെങ്കിൽ ഹിമാചലിലുള്ള ഒരാളായിരുന്നു, ആള് PhD ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ എന്താ വെച്ചാല് ഓരോ ആ ഒരു റിലീജിയസ് വൈസ് ആയാലും അവരുടെ ആ ഒരു കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈല് ഡിഫറെന്റ്. എൻ്റെതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ടൈപ്പ് ആവുമെന്ന് വെച്ചാൽ കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതേപോലെ തന്നെ
എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് എന്താ വെച്ചാൽ പല പേഴ്സ്പെക്റ്റീവ് നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ശരിക്കും അവിടെ നിന്ന് കിട്ടിയത്. അതായത് ഞാൻ കാണുന്നതല്ല ശരിക്കുള്ളത്, ഇങ്ങനെയും കാണാം, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു ശരിക്കും ഗ്രോത്ത് ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാ ഗേൾസിനും ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറും കൂടാണ് ഇപ്പൊ പറഞ്ഞത്. കാരണം നമ്മുടെ നാട്ടിലെ ഗേൾസ് കേരളം വിട്ടു പോവാൻ അധികം റെഡി ആവാറില്ല. റിസർവേഷൻ ഉണ്ട് ഗേൾസിന് ആക്ച്വലി IITs ക്യാമ്പസുകളിൽ. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നത് അത് വെരി റീസെന്റ് ആയിട്ടാണ് വന്നത്. അടുത്തായി വന്നതാണ്. അത് അധികം നമ്മുടെ നാട്ടിൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത എല്ലാവരും ആ സംഭവം. അതിന് രസകരമായിട്ടുള്ള സംഭവം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ക്യാമ്പസിൽ വന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ക്യാമ്പസിൽ പ്രവേശിക്കണതിന്റെ ഒരു 2 year or 3 year ബാക്ക് എങ്ങാണ്ടാണ് ആ റിസർവേഷൻ സംഭവം വന്നത് തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് അന്ന് ഒരു മലയാളി ഫ്രണ്ടിനെ കിട്ടിയിരുന്നു. അവൻ ക്യാമ്പസിൽ ആക്ച്വലി 4 വർഷമായിട്ടുണ്ട്. അപ്പൊ അവൻ എൻറോൾ ചെയ്ത സമയത്ത് ശരിക്കും ഈ റിസർവേഷൻ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവൻ അന്ന് എന്നോട് പറഞ്ഞു ഇപ്പോഴാണ് ക്യാമ്പസ് ഒന്ന് കളർഫുൾ ആയത്, അന്ന് മരുഭൂമി ആയിരുന്നു എന്നുള്ള അവൻ പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പൊ പക്ഷെ അത് എനിക്ക് തോന്നുന്നത് റിസർവേഷൻ ഉള്ളത് ഗേൾസിന് നല്ല. അതിപ്പോ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ നമ്മള് 0 ആയിരിക്കും. 0 ആയിരുന്നില്ല. അത് കോമഡി എന്താന്ന് വെച്ചാല് 104 പേരാണ് ടോട്ടൽ ഉണ്ടായത്. 103 ബോയ്സും ഒരു ഗേളും ആയിരുന്നു. അപ്പൊ നമ്മുടെ സീനിയേഴ്സ് ബാച്ച് എടുത്തു നോക്കുകയാണെങ്കിൽ 3 ഗേൾസും, ജൂനിയർ ബാച്ചിൽ ആരും ഇല്ലാന്ന് തന്നെ പറയാം. അതിന്റെ ഒക്കെ 2-3 കൊല്ലം ശേഷമാണ് ഈ റിസർവേഷൻ സിസ്റ്റം കൊണ്ടുവന്നതെന്നാണ് എന്റെ ഒരു ഓർമ്മ. എനിക്ക് തോന്നുന്നു നീ എൻറോൾ ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവാൻ സാധ്യത. ആ സമയത്ത് 2015 ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നാഷണൽ പാർക്കിന്റെ ഉള്ളിലാണ് ആ കോളേജ് വരുന്നത്. അപ്പൊ നമ്മുടെ മെസ്സിലൊക്കെ എന്താ യൂട്യൂബിൽ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഞാനൊക്കെ ആയിരിക്കും നമ്മുടെ മെസ്സിലൂടെ ഒക്കെ കയറി ഇറങ്ങി പോകുന്നുണ്ടാവും. അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് സൂരത്കല്ല് ബീച്ച് ഉള്ളത് അറിയണേ. ഈ എന്റെ റിഗ്രറ്റ് ഇതുവരെ ആയിട്ടില്ല. കാരണം ബീച്ച് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണല്ലോ. ബീച്ചുള്ള ക്യാമ്പസ് അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല എന്നുള്ളൊരു. ക്യാമ്പസിന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം ഒരു ടൗൺഷിപ്പ് ആയിക്കോട്ടെ, നമ്മള് എന്തൊരു സാധനം വാങ്ങിക്കണം എന്ന് വിചാരിക്കും, എല്ലാം കോളേജിനുള്ളിൽ തന്നെ അവൈലബിൾ. ഈവൻ ഇപ്പൊ NIT ട്രിച്ചിയിലാണെങ്കിൽ ഹോസ്പിറ്റൽ, അവിടെ സൂപ്പർ മാർക്കറ്റ് എല്ലാം കോളേജിനുള്ളിൽ തന്നെ അവൈലബിൾ ആണ്. ഇവിടെ നോർമൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് അക്കാദമിക് ബേർഡൻസ് കൂടുതലാണ്. അതായത് അക്കാദമിക്സിലുള്ള കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് വേറെ സമയം കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പല ക്ലബ് ആക്ടിവിറ്റീസ്, പല സെല്ലുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് ആക്ടിവിറ്റീസിൽ കിട്ടുന്നുണ്ട്.